ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക, സത്യസന്ധമായി അത് നേടിയെടുക്കുക. ചില സുഹൃത്തുക്കളെ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ്. സ്വയം വിലമതിക്കാൻ പഠിക്കുക. അതിനർത്ഥം നിങ്ങളുടെ സന്തോഷത്തിനായി പോരാടുക എന്നാണ്. തെറ്റ് സംഭവിക്കാത്തവരായി ഈ ലോകത്ത് ആരും തന്നെയില്ല. അതിനാൽ തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ ബന്ധങ്ങൾ ഒഴിവാക്കാതിരിക്കുക. ഒന്ന് ചിരിച്ചാൽ തീരാവുന്ന പിണക്കങ്ങളുണ്ട്, ഒന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന തർക്കങ്ങളുണ്ട്, ഒരു വാക്കിൽ ഒഴിവാക്കാവുന്ന സങ്കടങ്ങളുണ്ട്. ഇതൊന്നും തിരിച്ചറിയാത്ത മനുഷ്യരുമുണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോവുക. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. ഒന്നുകിൽ അതൊരു പുതിയ തുടക്കമായേക്കും, അല്ലെങ്കിൽ അവസാനവും. ചില ബന്ധങ്ങൾ അതിരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. അക്ഷരങ്ങൾ നിരത്തിവെച്ച് എന്തും നമുക്ക് വായിക്കാം. വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ്. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കുവാനും കുറ്റപ്പെടുത്തുവാനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല, മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനുമുള്ള കഴിവാണ്. സന്തോഷത്തിന്റെ രഹസ്യം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിന്റെ രഹസ്യം ധൈര്യമാണ്. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക, ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളതില്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകുവാനും അധികം സമയം വേണ്ടി വരില്ല. എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. രണ്ട് തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുകയില്ല. ഒന്ന്, നിങ്ങൾ അറിയാതെ നിങ്ങളെ പ്രണയിക്കുന്നവർ. രണ്ട്, നിങ്ങളോട് കള്ളം പറയുന്നവർ. വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത്. അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അപൂർണമാക്കുന്നത്. മുഖത്ത് നോക്കി പുകഴ്ത്തുകയും ചതിക്കാൻ മനസ്സിൽ ആലോചിക്കുകയും ചെയ്യുന്ന ഒരാളെ ഒഴിവാക്കുക. അടിയിൽ വിഷം നിറച്ച് മുകളിൽ പാലൊഴിച്ച പാത്രം പോലെയാണ് അവൾ. ഇന്നലെ വരെ എന്ത് ചെയ്തു, എങ്ങനെയായിരുന്നു എന്നതല്ല, ഇന്ന് ഈ നിമിഷം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. ചെയ്ത തെറ്റുകൾ തിരുത്തുവാനോ പശ്ചാത്താപം ചെയ്യുവാനോ ഈ നിമിഷം കഴിയുമെങ്കിൽ എത്രയും വേഗം അങ്ങനെ ചെയ്യുക. അസാധ്യമായതിനെ സാധ്യമാക്കുന്നിടത്താണ് വിജയം. നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും ഒരു തടസ്സമല്ല. ഒരിക്കലും പരാജയം അറിഞ്ഞെന്ന് കരുതി ഒരിക്കലും പിന്മാറരുത്. കാരണം പരാജയം എന്നത് പരിശ്രമത്തിലേക്കുള്ള ആദ്യ പടിയാണ്. മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ച് ഓർക്കാത്ത ദിവസം പോലും ഉണ്ടാവില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നു വരും. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസം ഉണ്ടാകുന്നു. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമെ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും. ഒരാളെ വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം അയാളെ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല. സ്നേഹം ഭിക്ഷയായി ചോദിച്ചു വാങ്ങരുത്. ഏറ്റവും വില കുറഞ്ഞ നാണയത്തുട്ടുകളാണ് പലപ്പോഴും ഒരു യാചകന് ലഭിക്കുന്നത്. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിന്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. ആഗ്രഹിക്കാം, പക്ഷെ ലഭിക്കണമെന്ന് വാശി പിടിക്കരുത്. സ്നേഹിക്കാം, പക്ഷെ അവർ തിരിച്ചു സ്നേഹിക്കണമെന്ന് വാശി പിടിക്കരുത്. മനസ്സിന് ശക്തിയില്ലാത്തവർ എല്ലാത്തിനോടും പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ ജീവിതം ദുരന്തപൂർണമായി തീരും. എല്ലാവരെയും ശരിയാക്കുവാനും മര്യാദ പഠിപ്പിക്കുവാനും തുനിഞ്ഞാൽ നമ്മുടെ ജീവിതമായിരിക്കും നാശത്തിൽ കലാശിക്കുക. സ്നേഹിക്കുന്ന കുടുംബവും ഉള്ള പണത്തിൽ തൃപ്തിയുള്ള മനസ്സുമുണ്ടെങ്കിൽ ഈ ഭൂമി തന്നെ സ്വർഗമാകും.
സൈക്കോളജി പറയുന്നത് ഒരു സ്ത്രീ നിങ്ങളെ ഒട്ടും ശ്രദ്ധിക്കാത്തതുപോലെ പെരുമാറുന്നത് അവർ നിങ്ങളുടെ സാന്നിധ്യം ഏറ്റവും ആഗ്രഹിക്കുന്നതിനാലാണ്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ വഴങ്ങാതിരിക്കുക. നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരവസരം തരും. അഭിനയിക്കാൻ അറിയാവുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേയുള്ളൂ. ആഴത്തിൽ ഇറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ്. അത് മണ്ണിലായാലും മനസ്സിലായാലും. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതൊന്നും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. എപ്പോഴും നല്ലതിനെ കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക. കാരണം എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ് അതുപോലെയാണ് ലോകവും. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല, എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് കഴിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ ചിന്തകൾ ശരിയാണ്. ചിന്തയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. താങ്ങി നിർത്താൻ കൂടെ ആളില്ലെന്ന് തോന്നിയാൽ ഏതൊരു തളർച്ചയിലും സ്വയം ജീവിക്കാൻ പഠിച്ചു തുടങ്ങും. നമ്മുടെ ജീവിതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. എന്താണ് നമ്മൾക്ക് നാളെ സംഭവിക്കുക എന്ന് അറിയാതെയാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ നല്ല തലച്ചോറുകൾ ഒരു പക്ഷേ ക്ലാസ് റൂമിലെ അവസാന ബെഞ്ചുകളിലായിരിക്കും. ലോകത്തിലെ ഏറ്റവും മികച്ച ജോഡികളാണ് ചിരിയും കരച്ചിലും. അവർ ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടുന്നില്ല. അഥവാ കണ്ടുമുട്ടിയാൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷം. ചതികൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്ന് അനുഭവിക്കുമ്പോഴല്ല, മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ്. മോശം അവസ്ഥയെ മികച്ചതാക്കി മാറ്റിയെടുക്കുക. ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള ഒരു പാഠം ലഭിക്കും. നേരിടാൻ തയ്യാറായ ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിന്റെ മുൻപിൽ ഉണ്ടാകും. ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് അഭിപ്രായങ്ങളെ മുഖവിലേക്ക് എടുക്കാറില്ല. അതിലേക്ക് ശ്രദ്ധയൂന്നിയാൽ അത് നമ്മളിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കും എന്നത് ഒരു വസ്തുതയാണ്. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാക്കണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. കരയുന്നതിൽ തെറ്റില്ല, പക്ഷേ ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഏറ്റവും വിഷമകരമായ കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ്. ബാക്കിയുള്ളത് വെറും സമർപ്പണം മാത്രമാണ്.